ഹലോ മച്ചാമാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാർ. ഇന്ന് നമ്മൾ ചെയ്യുന്ന ബോട്ടിൻ്റെ ചെറിയ അൺബോക്സിംഗ് ആണ്. ആൾറെഡി നമ്മളിത് പൊട്ടിച്ചൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ വീഡിയോ. വന്നത് നല്ല പാക്കിങ്ങോടുകൂടി തന്നെ തന്നത്. ഇപ്പം നമ്മൾ ആൾറെഡി അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ബോട്ടിൻ്റെ പാക്കിങ്, ബോട്ടിൻ്റെ ലോഗോ, സ്റ്റിക്കറും ലേബലൊക്കെ ചെയ്ത ഇവിടെ കുറച്ച് കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു അൺബോക്സിങ് ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അത് ബില്ലും വേറെ ഡീറ്റെയിൽസും പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല. നമുക്ക് അഡ്ജസ്റ്റിങ് എടുക്കാനൊക്കെ. ഓക്കെ, ഇതാണ് നമ്മളെ ബോട്ട് എയർ ഡ്രോപ്സ് ആൽഫ, അല്ലെങ്കിൽ TWS എന്ന് പറയും. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ENC ടെക്നോളജി എന്ന് പറയുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കെൻ്റെ ENC ടെക്നോളജി എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ അത്യാവശ്യം എനിക്ക് ടെക്ക് ചെയ്യുന്ന ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ വീഡിയോസ് ജസ്റ്റ് കണ്ടു നോക്കുക. ഇത് നമുക്ക് ആൾറെഡി വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് ടച്ചും പിന്നെ വോയിസ് അസിസ്റ്റൻറ്റും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ നമ്മൾ വിയർപ്പ് ടച്ച് എന്ന് വെച്ചാൽ വിയർപ്പൊന്നും പിടിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ചാൽ വിയർപ്പല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും. പിന്നെ വളരെ ചെറുതാണ്, ലൈറ്റ് വെയിറ്റ്, ബ്ലാക്ക് കളറാണ്. പിന്നെ ഉള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയാം, പിന്നെ AC കൺട്രോൾ, നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മോഡൽ നെയിം ഞാൻ ഒന്നുകൂടെ പറയാം. എയർ ഡ്രോപ്സ് ആൽഫ എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ ബ്ലാക്ക് കളർ ഇതിൻ്റെ ബോക്സിങ് വന്നാലും. പിന്നെ ഇവിടെ താഴെ മൊത്തം സ്റ്റിക്കേഴ്സും കുറച്ച് അതിൻ്റെ നമ്പറും സീൽ നമ്പറും മറ്റു ഡീറ്റെയിൽസ് അറിയാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ബോട്ടിൻ്റെ നമ്മളെ എയർപോർട്ട് ഇരിപ്പുണ്ട്, അതായത് TWS ഇരിപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് ചാർജറാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് മറ്റു ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഈ ബോക്സിനെ കുറിച്ചുള്ള ജസ്റ്റ് കാര്യങ്ങളാണ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ്. ഇതിനകത്തുള്ളത് ഇതിൻ്റെ പേരെന്നാണ് പറഞ്ഞ് ചെറിയൊരു എന്ന് വെച്ചാൽ ഇത് സ്കാൻ ചെയ്യണം. ഇതിനകത്ത് അതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസും പേരുന്നാളും അടങ്ങിയ കുറച്ച് ജാതകങ്ങൾ, ഇതെന്താണ് സംഭവം എന്നുള്ള ഡീറ്റെയിൽസുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതിനകത്ത് പിന്നെ QR കോഡും അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പരും മറ്റു ഡീറ്റെയിൽസും. പിന്നെ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് കൊള്ളാം. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ 4 സ്റ്റിക്കറുണ്ട്. പിന്നെ ബോട്ടിൻ്റെ ലോഗോ എന്ന സ്റ്റിക്കറുണ്ട്. ഈ സ്റ്റിക്കർ എനിക്ക് നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് അപ്പം പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ളത് നമുക്ക് ജസ്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്ത ഒരു ചാർജർ, അതായത് ബ്ലാക്ക് കളറായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ചാർജർ. നമുക്ക് എന്ന് വെച്ചാൽ ഫോണിൻ്റെ ചാർജറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് C ചാർജറാണ്. പിന്നെ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ബോട്ടിൻ്റെ ഇത് അക്സറീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചാർജറിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതായിരിക്കുന്നു TWS, അതായത് എയർ ഡ്രോപ്പ് എന്നാണ് ആയിക്കോട്ടെ, പക്ഷേ ചിലർ എയർപോർട്ടെന്നും പറയും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതായിരിക്കും നമ്മൾ ഇടിവെട്ടായിട്ടുള്ള കുഞ്ഞ് സാധനം. അതിൽ അതെന്ന് വെച്ചാൽ തുറക്കുമ്പോൾ ലൈറ്റ് കത്തും. ഇത് നത്തിങ് അല്ല, ബോട്ടാണ്. എനിക്ക് സംഭവം നൈസായിട്ട് ഇഷ്ടപ്പെട്ടത്. നമ്മൾ തുറക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തുക, പക്ഷെ കൊള്ള സംഭവം നൈസായിട്ട്. പിന്നെ അപ്പോഴേ ഇത് ഫോണുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള സിഗ്നൽ ഇവിടെ തന്നു കഴിഞ്ഞു. നമുക്ക് ആദ്യം ഇതിൻ്റെ ഇത് നോക്കാം. നോക്കുന്നതായിരിക്കുന്നു നല്ല കുഞ്ഞു സാധനമായിട്ടുള്ള കുഞ്ഞായിട്ടുള്ള 2 TWS ഇത്ര ഉണ്ട്. ചെറുതായിട്ടുള്ള 2 സാധനങ്ങൾ നോക്കും. 2 സാധനം കാണാൻ പറ്റുന്ന വീഡിയോയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. 2 സാധനം. ഓക്കെ, ഇപ്പം ഉദാഹരണം നമ്മൾ ചെവിയിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുള്ള കുഞ്ഞു സാധനം നമുക്ക് അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ നമുക്ക് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയാമെന്നില്ല. നല്ലൊരു നെയ്റ്റുമായിട്ട് നമുക്ക് പോക്കറ്റിൻ്റെ ഇഷ്ടം പറ്റിയ സാധനം എന്ന് വെച്ചാൽ കുഞ്ഞ് ഒതുങ്ങി നിൽക്കും, പെട്ടെന്ന് ആരും അറിയത്തില്ല. ഇത് നമ്മൾ ചെവിയിൽ വെക്കുമ്പോഴത്തേക്കും നല്ല ലുക്കാണ്. പിന്നെ ഇവിടെ
പേജിനകത്ത് പറയാനായിട്ട് ആ ബോട്ടിൻ്റെ ലോഗോ എടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ചെവിയിൽ വെക്കേണ്ട രീതിയിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ചെവിയിലോട്ട് വെച്ച് നോക്കാം ഇതിൻ്റെ ലുക്ക് വൈസ് എങ്ങനെയാണ്. ലുക്ക് വൈസ് നോക്കുമ്പോഴത്തേക്ക് സംഭവം നൈസാ, ചെവിയിലായിട്ട് ഒതുങ്ങി നിൽപ്പുണ്ട്. നമുക്കിനി ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിക് ഒന്ന് കേട്ടോ നോക്കാം. അപ്പോഴേ ഫോണിൽ തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കേൾക്കാൻ പറ്റുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടാണ്, നല്ല സൗണ്ട് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ ഫോണൊന്ന് വിളിക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇതിനകത്ത് നമുക്ക് കോൾ ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അടുത്ത ബീസ്റ്റ് മോഡുണ്ട്. ഇത് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആവും. പിന്നെ 2 വട്ടം ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത പ്ലേലിസ്റ്റിലോട്ട് പോകും. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും വെളിയിലുള്ള ശബ്ദങ്ങൾ മ്യൂസിക്കാം. വെളിയിലുള്ള ഇപ്പം നമ്മൾ മ്യൂസിക് ഓഫ് ചെയ്താക്കാം. ഇപ്പം പ്രത്യേകിച്ച് വെളിയിലുള്ള ശബ്ദങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുന്നുണ്ട്. മ്യൂസിക് ഇട്ട് ജസ്റ്റ് മ്യൂസിക് എന്ന് പറഞ്ഞില്ലേ. അപ്പം വെളിയിലുള്ള ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, മ്യൂസിക് മാത്രമേ കേൾക്കാൻ പറ്റുന്നു. സംഭവം എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നിട്ട് പ്രൈസ് വന്നിട്ട് ഏകദേശം ഒരു 700 രൂപ പ്രൈസ് വന്നു. ഓഫർ പ്രൈസിന് ആ ബോട്ടിൻ്റെ സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ബോട്ടിൻ്റെ സൈറ്റിലായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താക്കാം. ഇപ്പം ഇത്ര ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ വീഡിയോ മൊത്തത്തിൽ ഒന്നുകൂടെ കാണിക്കാം. ലൈറ്റായിട്ടുള്ള കുഞ്ഞ് അതായത് TWS അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് എന്ന്. പക്ഷെ ഇതിനകത്ത് എയർ ഡ്രോപ്പ് എന്നാണ് കൊടുത്തത്. എയർപോർട്ട് എന്നാണോ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ എയർ ഡ്രോപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടും നല്ല പ്രീമിയം ആയിട്ടുള്ള സൗണ്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഏകദേശം 800 രൂപ ആ പ്രൈസ് റേഞ്ചേ വരാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ.